അങ്ങനെ സീസൺ അവസാനിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി രണ്ട് വാക്ക് പറയാതെ പോകുന്നത് മോശമല്ലേ? ഇനിയിപ്പോൾ എന്തായാലും എവിടെന്നോ എന്തോ ഉള്ളതൊക്കെ പോലെ തന്നെ റഫറി ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് കൊണ്ട് റഫറിയുടെ തലയിൽ മാത്രം ചാരിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമല്ല ഈ സീസൺ. പക്ഷെ അതൊരു ന്യായീകരണം അല്ല എന്ന് എനിക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറിമാർ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവൻ വന്ന് വീഴുന്നത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തലയ്ക്കായിരിക്കും എന്നുള്ളതാണ്. ഇതെന്താണ് ഇങ്ങനെ? ഈ ക്ലബിന് മാത്രം എന്താണ് ഇങ്ങനൊരു ശാപം? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു 80 സ്പോർട്സ് ക്ലബ്. അപ്പോൾ എന്തായാലും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇനി അതിനൊരു ചാൻസ് ഇല്ല എന്നൊക്കെ വേണമെന്നെങ്കിൽ പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ. വേണമെങ്കിലല്ല, അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യാതെ പോകുന്നത് മോശമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു 80 സ്പോർട്സ് ക്ലബ്. ആൻഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് താങ്ക് യു സോ മച്ച്. 1K സബ്സ്ക്രൈബറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോരാ, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കണം. നമ്മൾ റെഗുലർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ഫിസിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ടാണ് വീഡിയോസ് റെഗുലറായിട്ട് വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കണം. അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ചു. അങ്ങനെ ഒരു വർഷം കൂടെ, 11 വർഷത്തിൽ ഒരു വർഷം കൂടെ നമ്മളങ്ങനെ ക്ലബ്ബ് ഒരു തരത്തിലും ട്രോഫികളില്ലാത്ത സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സത്യം. ഇനിയിപ്പോൾ സൂപ്പർ കപ്പ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഇതൊക്കെ നമുക്ക് എല്ലാ തവണയും ഇനി അടുത്ത പാട്ട് മത്സരത്തിൽ കാണാമെന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്കാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരം നല്ലതായിരുന്നു എന്ന് ഒരുപാട് പേര് അവരുടെ ഇതിൽ പറയുന്നത് കണ്ടു. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത് വരേക്കും ജംഷഡ്പൂരിന് ഒരു ഡ്രോ ആണെങ്കിലും തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജംഷഡ്പൂർ ശ്രമിച്ചതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു യൂഷ്വൽ സ്റ്റൈലിലേക്കൊന്നും അവർ കളിച്ചു എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒന്നാമത്തെ ഗോള് കോറോ സിംഗിൻ്റെ, എൻ്റെ മോനെ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ റൂമിൽ ഇരുന്നുകൊണ്ട് കോറോ സിംഗിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്, യങ്ങാണ് ഫിസിക്കലി ആളത്ര അങ്ങോട്ട് സ്ട്രോങ് ആണെന്ന് തോന്നുന്നില്ല എന്നൊക്കെയുള്ളൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, കോറോ സിംഗ് തെളിയിച്ചൊരു കാര്യമുണ്ട്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ 5 ഫുട്ട് മാൻ എന്ന് പറയുന്നത് പോലത്തെ ഒരു സാധനമാണ്. അതായത് 5 അടിക്കാരൻ എന്താ ഫുട്ബോളിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ വിചാരം? അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് തെളിയിച്ച് തന്നിരിക്കുകയാണ് കേട്ടോ. പുള്ളിയുടെ ഹൈറ്റ് എനിക്ക് കൃത്യം അറിയില്ല, പക്ഷെ എന്നാലും ആവറേജ് ഹൈറ്റിൽ നിന്ന് ഒരു ഇച്ചിരി കുറവാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു. ആ ആൾ ഏകദേശം 6 അടി പൊക്കത്തിന് മേളിലുള്ള ഒരാൾക്ക് ജസ്റ്റ് ഒരു ബൗൺസ് ചെയ്ത് വന്ന ബോളിനെ ഒന്നും കൂടി ഒന്ന് പൊക്കി വിട്ട് പുള്ളിയെ കടത്തി വെട്ടി ഓടിച്ച് നല്ല ഒന്നാന്തര ഷോട്ട്. അതിൽ ആൻഡ്രോ ഗോമസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. തടയാമായിരുന്ന ബോളാണെന്നുണ്ടെങ്കിൽ നല്ല കിണ്ടൽ വെയിറ്റ് ഉള്ള ഒരു ഷോട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു അപ്കമിങ് സൂപ്പർ സ്റ്റാർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ആയി മാറിയിരിക്കുകയാണ് കോറോ സിംഗ് എന്നുള്ളത് നമുക്ക് അടിവരെ ഇട്ട് എഴുതാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് പ്രത്യേകിച്ച് ആ ഒരു ഗോളിനെ സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രമുള്ള നമ്മുടെ ഫാൻസോ ഓഡിയൻസോ സത്യത്തിൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് വേറൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും നമ്മുടെ ടീമിൻ്റെയും അവസ്ഥ കാരണം തന്നെ കാണികൾ സ്റ്റേഡിയത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും കൂടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾ ശരിക്കും കുറച്ചും കൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അങ്ങനെ നിൽക്കുന്നു, സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നു. സെക്കൻഡ് ഹാഫ് മുതൽ ജംഷഡ്പൂരും കുറച്ചും കൂടെ അറ്റാക്കിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പം അവിടെ മുതലാണ് അവർ തോക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കും വന്നും മാക്സിമം മത്സരിച്ച് തുടങ്ങിയതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഡാനിഷ് ഫറൂഖ് വരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പക്കയായിരുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു അത്. ഡാനിഷ് ഫറൂഖ് രണ്ട് തവണ അവരുടെ ഡിഫൻസിനെ ഭേദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി ഷോട്ട് ഉതിർക്കുന്നു. അതിലൊന്ന് ആൽബിനോ ഗോമസ് തടയുന്നുണ്ടെങ്കിൽ പോലും രണ്ടാമത്തതും പുള്ളി ഗോൾ വലയിലേക്ക് ഉള്ളിലേക്ക് എത്തിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടും ഓഫ് സൈഡ് അല്ലാതെ ഇന്ത്യയിലെ മികച്ച ഫുട്ബോളിനെ എന്നും പൊക്കിക്കൊണ്ടുവരാനായിട്ട് മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റഫറിമാർ അത് രണ്ടും അനുവദിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ അതെനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം തന്നെ ഓഫ് സൈഡ് വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവരുടെ സെലിബ്രേഷനും കഴിഞ്ഞ് ഏകദേശം ആ ഒരു സമയമാകുമ്പോഴാണ് ഇവർ ഓടിപ്പോയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ ഉടായിപ്പുണ്ടാന്നൊക്കെ നമുക്ക് തോന്നിപ്പോയാൽ അതിനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ റഫറിമാരുടെ തലയിൽ, വേണമെങ്കിലല്ല, അതൊരു ഫാക്റ്റ് ആണെങ്കിൽ പോലും പുരുഷോത്തമൻ
TG പുരുഷോത്തമൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഇന്ത്യൻ റഫറിമാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതൊരു ശരി തന്നെയാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ നെഞ്ചത്തേക്കാണല്ലോ എന്നുള്ളത് മാത്രമാണ് ആകെ കൂടുള്ളൊരു വിഷമം. കാരണം മിക്ക തവണയും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് ISLൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലുള്ളൊരു വലിയ സത്യം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും അവരൊന്നും കൂടെ അടിച്ച് അവർ 1-1 എന്നുള്ള രീതിയിൽ സമനിലയിൽ പിടിച്ചതോടെ നമുക്ക് വിജയമല്ലാതെ വേറെ എന്ത് കിട്ടിയിട്ടും ബേസിക്കലി കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രോ എന്ന് പറയുന്നത് ഒരു ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പോലും ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്ക് കയറണം എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ 3 പോയിന്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ സീസൺ അവസാനിച്ചു എന്നുള്ളതാണ് കേട്ടോ. അതിനിടയിൽ എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയത്തിൽ മാനേജ്മെൻറ്റിനെതിരെ മഞ്ഞപ്പട ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും അത് നിർത്തിക്കാനായിട്ട് ആണ് മാനേജ്മെൻറ്റിന് എന്താ പറയുക ഒരു എനർജി കൂടുതൽ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ എടുക്കുന്ന എനർജി ഉണ്ടല്ലോ, അതായത് സ്റ്റേഡിയത്തിൽ ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വരികയോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് പുറത്തോ എവിടെയെങ്കിലും പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് നിർത്താൻ അല്ലെങ്കിൽ അത് തടയാൻ അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് എടുക്കുന്നതിൻ്റെ 10-1 എനർജി എടുത്ത് ടീമിലേക്ക് നല്ല പ്ലെയേഴ്സിനെയും നല്ല കോച്ചിനെയും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടീമിനെ സഹായിക്കും എന്നുള്ള ബേസിക് ബോധം. അതായത് നിങ്ങളുടെ കുടുംബക്കാരെ എല്ലാവരെയും ക്ലബിൻ്റെ പല പൊസിഷനിലേക്ക് എത്തിക്കാതെ ഈ പറയുന്നത് പോലെ തന്നെ ടീമിനെ ബെറ്ററാക്കാൻ ക്ലബിനെ ബെറ്ററാക്കാനുള്ള ഒരു പരിപാടിയെങ്കിലും ചെയ്യാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും സീസൺ അവസാനിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഇനി എന്ത് പറയാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറയാനുള്ളത് പോലുമുള്ള ടീം നമുക്കില്ല. കഷ്ടപ്പാടിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സത്യത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ. അത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നാണ് ആദ്യം വരേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ വന്നാലും ഇനിയുള്ള മത്സരങ്ങൾ ഞാൻ കാണും. കാര്യം നമുക്ക് ക്ലബ്ബ് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ സ്റ്റേഡിയത്തിലേക്ക് പോകാനുള്ള ധൈര്യം എന്തായാലും ഈ അടുത്തൊന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പി ചിൽ.